ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഉള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് ഞാൻ ജുവാൻസ് റെയിൻബോ കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും ഞാനല്ല ഉണ്ടാക്കണത്, താത്തയാണ് കേട്ടോ. ഞാൻ കുറേ ആയി വീഡിയോസൊക്കെ കാണുമ്പോൾ ഇത് ഉണ്ടാക്കണം എന്ന് വിചാരിക്കണം. പക്ഷേ താത്ത ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പോയി. അപ്പോൾ താത്ത ഒരു ഹോം ബേക്കർ ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. റെജീസ് ബേക്സ് എന്നാണ് കേട്ടോ താത്തയുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും പെർഫെക്റ്റ് ആയിരിക്കും. നമ്മളെല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കിയതാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വേറെ ലെവൽ ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ആക്കി നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്ററാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഒരു ക്ലീൻ ബോൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 5 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടി ആഡാക്കി കൊടുത്തിട്ട് ഇത് നല്ല രീതിക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ 1.5 കപ്പ് മൈദ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു എഗ്ഗും ഷുഗറും കൂടിയിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസും 3/4 കപ്പ് ഇളം ചൂടുപാലും അതേപോലെ തന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടിയിട്ട് ആഡാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് നമ്മൾ കുറേശ്ശെ ഈ ഒരു മിക്സിയിലേക്ക് ആഡാക്കിയിട്ട് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾ 3 ഡിഫറെൻറ്റ് ബൗളിലേക്ക് ആക്കിയിട്ട് ഇത് മാറ്റുന്നുണ്ട്. കാരണം നമുക്ക് പല പല ഫ്ലേവേഴ്സാണല്ലോ വേണ്ടത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഓറഞ്ച് കേക്കാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യണത്. അതിനായിട്ട് നല്ല ഫ്രഷ് ഓറഞ്ച് എടുത്തിട്ട് അതിൻ്റെ നടു മുറിച്ച് അതിൻ്റെ ജ്യൂസ് നമ്മൾ സ്ക്വീസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസാണ് നമ്മൾ ഇതിനെടുത്തിട്ടുള്ളത്. അതുപോലെ ആ ഓറഞ്ചിൻ്റെ ജസ്റ്റും ജസ്റ്റ് ചെറിയ പീസസായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറിന്. പിന്നെ കളറിന് വേണ്ടിയിട്ട് 1 ഡ്രോപ്പ് ഓറഞ്ച് കളറും കൂടി ആഡാക്കിയിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ട്രോബെറി കേക്കാണ് കേട്ടോ. ഈ സ്ട്രോബെറി കേക്കിന് ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. എനിക്ക് അത് ഉണ്ടാക്കണ കാണാനായിരുന്നു കൂടുതൽ ഇഷ്ടം. അപ്പോൾ നല്ല ഫ്രഷ് സ്ട്രോബെറീസ് എടുത്തിട്ട് അതിനെ ചെറിയ പീസസ് ആയിട്ട് ഫസ്റ്റ് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഒരു നെക്സ്റ്റ് ബോൾ ഓഫ് ബാറ്റർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച സ്ട്രോബെറീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ട്രോബെറി ഫുഡ് കളർ കൂടി ആഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയില്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന തേർഡ് കേക്കാണ് കേട്ടോ, പിസ്ത ഫ്ലേവേർഡ് കേക്ക്. അതിനായിട്ട് നമ്മളുടെ തേർഡ് ബാറ്റർ എടുത്തിട്ട് അതിലേക്ക് പിസ്ത ഫ്ലേവറും അതേപോലെ തന്നെ ഗ്രീൻ കളറും ആഡാക്കിയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ 3 ബാറ്ററും റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് ബേക്ക് ചെയ്യാന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. അതിനായിട്ട് നമ്മൾ ബേക്കിംഗ് ട്രേ എല്ലാം ബേക്കിംഗ് പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓരോന്നിലും ഓരോ ഫ്ലേവേഴ്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മളുടെ കേക്കൊക്കെ കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മളുടെ ഫൈനൽ പ്രോസസ്സ്. അതാണ് നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു പ്രോസസ്സിലെ 3 കേക്കും കൂടിയിട്ട് നമ്മൾ ഒന്നിച്ച് വെച്ചിട്ട് അതിനെ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്ട്രോബെറി കേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ക്രീം വെച്ച് പിന്നെ അതിന് ആ ഒരു സ്ട്രോബെറിൻ്റെ ക്രഷ് കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടുതൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ക്രീമെല്ലാം കറക്റ്റായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും സ്ട്രോബെറിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര റിച്ച് അല്ലേ? ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ആയിട്ടുള്ള പിസ്ത കേക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യണത്. നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യുക,
പിന്നെ ക്രീം ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ഒരു പിസ്ത സ്ലൈസസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ തേർഡ് ലെയർ എന്ന് പറയണത് ഓറഞ്ച് ആണ്. അപ്പോൾ ഓറഞ്ച് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു. പിന്നെ ക്രീം വെച്ചിട്ട് നമ്മളതിനെ നല്ല നീറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ജുവാൻസ് റെയിൻബോ കേക്ക് കണ്ടിട്ടില്ലേ, നമ്മൾക്ക് ആ സൈഡിൽ നിന്ന് നോക്കുമ്പം 3 കളേഴ്സും ഇങ്ങനെ കറക്റ്റായിട്ട് കാണും അല്ലേ. അപ്പോൾ നമ്മൾ ഈ ക്രീമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൈഡ് ഭാഗത്തു നിന്ന്. അപ്പോൾ കാണാൻ നല്ല അടിപൊളിയാണ്. ഫൈനലി നമ്മൾ മെൽറ്റ് ചെയ്ത ആ ഒരു ചോക്ലേറ്റും കൂടി അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒലിച്ച് വരണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോബെറീസ് ആണ് വെച്ച് കൊടുക്കുന്നത്. അതും കൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ജുവാൻസ് റെയിൻബോ കേക്ക് ഇവിടെ റെഡി. ഇനി നമുക്ക് മുറിക്കുക, കഴിക്കുക. ഇനി നമുക്ക് ഈ ഒരു ജുവാൻസ് റെയിൻബോ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. അതായത് നമ്മളുടെ ഈ സ്പഞ്ചൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കഴിച്ചു നോക്കിയപ്പോഴും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കാരണം 3 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സും കൂടി നമ്മൾ ഒന്നിച്ച് കഴിക്കല്ലേ. അതും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ കടിക്കാനായിട്ട് എല്ലാ ഐറ്റംസും ഇട്ടിട്ടുണ്ടല്ലോ. സ്ട്രോബെറിയും പിസ്തയും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് റെസിപ്പി കിട്ടിയില്ലേ. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ.